നമ്മൾ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആൻസറിംഗ് സെഷനായിരുന്നു വെച്ചിരിക്കുന്നത്. ഓഫ് ഗ്രിഡ് സോളാർ ഇൻവെർട്ടറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് അയക്കാം. നമ്മളതിന് മറുപടി തരുന്നതാണ്. ഓക്കെ, വാട്സാപ്പിൽ വന്നത് ഒന്നാമത്തെ നല്ല വലിയൊരു സംശയമാണ് വന്നിരിക്കുന്നത്. അത് ഹായ് ഇൻവെർട്ടർ കെയർ, എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ചെറിയ ഡൗട്ടല്ല, വലിയ ഡൗട്ട് തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിലവിൽ ഒരു 3 kW ഇൻവെർട്ടർ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം കൂടി ആഡ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. അതായത് നിലവിലുള്ള ഓൺ ഗ്രിഡിൽ ഒന്നിച്ച് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം കൂടി ആഡ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. കാരണം വൈകുന്നേര സമയങ്ങളിൽ വോൾട്ടേജ് തീരെ ഇല്ല. പിന്നെ ഇപ്പോൾ 2 ദിവസം മുന്നേ വൈദ്യുതി ചാർജ് കൂട്ടിയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പേടിയും വൈകുന്നേരം സപ്ലൈ ചാർജ് വരുന്നത് പേടിയും. പുള്ളി ഡൗട്ട് കാണും. പുള്ളി കയ്യിൽ ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം കൂടി ആഡ് ചെയ്താലോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. നല്ലൊരു ആശയം തന്നെയാണ്. പിന്നെ പുള്ളി ആ കസ്റ്റമറെ സംബന്ധിച്ച് വൈകുന്നേര സമയങ്ങളിൽ വോൾട്ടേജ് ക്ഷാമമുള്ള സ്ഥലമാണ്. അപ്പോൾ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം വെക്കുമ്പോൾ ഈ കസ്റ്റമർക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വൈകുന്നേര സമയങ്ങളിൽ വോൾട്ടേജ് കുറവാണെന്ന് പറയുന്നു. അത്തരം സമയങ്ങളിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിന് പകൽ സമയത്ത് പൂർണ്ണമായിട്ടും ബാറ്ററി ചാർജ് ചെയ്യാനും വൈകുന്നേര സമയത്ത് ഈ ചാർജ് ചെയ്ത പവറിനെ ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാം. ഇനി പീക്ക് ടൈമിൽ സെപ്പറേറ്റ് ചാർജ് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാം, ഈ കസ്റ്റമർക്ക് പകൽ സമയത്ത് സ്റ്റോറേജ് വെച്ചിരിക്കുന്ന വൈദ്യുതി രാത്രി ഈ പീക്ക് ഹവേഴ്സിൽ ഡിസ്ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അത് ആ സമയങ്ങളിൽ KCB ഉപയോഗിക്കാതെ ഈ സ്റ്റോറേജ് വെച്ചിരിക്കുന്ന ബാറ്ററി പവർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് TOD റീഡിംഗ് വന്നു കഴിഞ്ഞാലും അത് സേഫ് ആവും. അപ്പോൾ എന്തായാലും ഒരു ഓൺ ഗ്രിഡ് ഉള്ള കസ്റ്റമേഴ്സിന് ഓഫ് ഗ്രിഡ് ചെയ്യുന്നതിൽ നഷ്ടമൊന്നുമില്ല, അതുപോലെ ഉപയോഗം ഉണ്ടെങ്കിൽ ചെയ്യുന്നതിൽ നഷ്ടമൊന്നുമില്ല. ഈ കസ്റ്റമറെ സംബന്ധിച്ച് പുള്ളി പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് ക്ഷാമമാണ് മെയിൻ പ്രശ്നം പറഞ്ഞിരിക്കുന്നത്. പിന്നെ KCB ചാർജ് കൂടുന്നില്ല. ഇപ്പോൾ വോൾട്ടേജ് ക്ഷാമത്തിന് എന്തായാലും മറികടക്കാം. ഈ രാത്രി സമയങ്ങളിൽ നമുക്ക് ബാക്കപ്പ് മോഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും വോൾട്ടേജ് ഇഷ്യൂ നമുക്ക് വരുന്നില്ല എന്തായാലും. അതുപോലെ പുള്ളിയുടെ ഡൗട്ട് KCB ചാർജ് കൂടിക്കഴിഞ്ഞാൽ എന്താ ബില്ല് ഓൺ ഗ്രിഡ് വെച്ചാലും ബില്ല് അടക്കേണ്ട അവസ്ഥ വരുമെന്ന് സംശയമാണ്. അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റം ചെയ്താൽ അങ്ങനത്തെ ഒരു സംശയത്തിൻ്റെ ഇട വരുന്നില്ല, ധൈര്യമായി ചെയ്യാം. രണ്ടാമത്തെ സംശയം വന്നിരിക്കുന്നത് അതിന് പേരയക്കണം. അപ്പോൾ നിങ്ങൾ ഈ സംശയം അയക്കുന്ന സമയത്ത് വാട്സാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പേരും സ്ഥലവും കൂടി വെച്ചാൽ നല്ലതായിരുന്നു. നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതൊരു ബെസ്റ്റ് അനുഭവമായിരിക്കും അല്ലേ. അപ്പോൾ രണ്ടാമത്തത് അവരും പേര് വെച്ചിട്ടില്ല. ഹായ് ഇൻവെർട്ടർ കെയർ അനീഷ്, എൻ്റെ പേര് പറയും. ഹായ് ഇൻവെർട്ടർ കെയർ അനീഷ്, എൻ്റെ ഇപ്പോഴുള്ള KCB ബില്ല് 2000-2500 ഉള്ളിലാണ്. എനിക്ക് ഓഫ് ഗ്രിഡ് സോളാർ വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? നല്ലൊരു ഡൗട്ടാണ്. അതായത് ഒരു 1000-2500 ഇടയിലൊക്കെയാണ് നിങ്ങളുടെ കറണ്ട് ബില്ലെങ്കിൽ ഓഫ് ഗ്രിഡ് വെച്ചാൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം എപ്പോഴും വൈദ്യുതി ലാഭിക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം വെക്കുന്ന ഒരു സിസ്റ്റം അല്ല. നമ്മളൊരു പവർ സപ്ലൈ നമുക്ക് സ്വന്തമായി ഉത്പാദിപ്പിച്ചിട്ട് KCBയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു പവർ സപ്ലൈ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ധൈര്യമാണ്, ഒരു കോൺഫിഡൻസ് ആണ് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം. വൈദ്യുതി ബില്ല് പൂർണ്ണമായി ലാഭിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ അല്ല. അപ്പോൾ ഈ 2500 രൂപക്കുള്ളിലാണ് പുള്ളിയുടെ കറണ്ട് ബില്ല് പീക്കായിട്ട് വരുന്നത് പറയുന്നത്. പക്ഷേ ഈ 2500 രൂപയിലെ നിങ്ങളുടെ ബില്ല് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് വരുന്നത് വലിയൊരു വിഷയമാണ്. സാധാരണ 2500 രൂപക്ക് ഉള്ളിൽ ബില്ല് വരുന്ന ഒരു കസ്റ്റമർക്ക് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഓഫ് ഗ്രിഡ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങളുടെ ഉപയോഗം 2500 രൂപക്ക് ഉള്ളിലാണ്. നിങ്ങൾ എന്തെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ 2500 രൂപ ആവുന്നതാണ് വലിയ വിഷയം. അപ്പോൾ അതിനകത്ത് ലൈറ്റ്, ഫാൻ, TV, മിക്സി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള ഒരു ലിമിറ്റഡ് പവർ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ഈ 2500 രൂപക്കുള്ളിൽ ബില്ലിന്റെ ഒരു പകുതിയിലധികമെങ്കിലും വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്താൽ നഷ്ടം വരില്ല. കാരണം എന്ന് വെച്ചാൽ ഈ എക്യുപ്മെന്റ്സുകളൊക്കെയാണ് ഓഫ് ഗ്രിഡിനകത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബില്ലിനകത്ത് നമുക്ക് ഒരു 1500-2000 വാട്ട്സ് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്താൽ ഏകദേശം നല്ല രീതിയിൽ സേവ് ചെയ്യാം. അപ്പം അത്തരം കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ഉപയോഗം ഈ പറയുന്ന ലൈറ്റ് ലോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും വരുന്നതെങ്കിൽ, അതിൻ്റെ ഒരു അംശമെങ്കിലും വരുന്നതെങ്കിൽ ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ടാവും. അതേ സ്ഥാനത്ത് നിങ്ങൾ ആകെ 1-2 ഫാൻ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ രാത്രി ഒരു AC ഉപയോഗിക്കുന്നുണ്ട്, പകല് ഹീറ്റർ ഉപയോഗിക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ 2500 രൂപ വരുന്നതെങ്കിൽ നിങ്ങൾ ഓഫ് ഗ്രിഡ് ചെയ്തുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ, അതൊന്നും നമ്മൾ ഈ പറയുന്ന ചെറിയ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് 2500 രൂപക്കുള്ളിൽ ബില്ല് വരുന്ന ഒരാൾക്ക് വലിയൊരു എമൗണ്ടിന്റെ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം സജസ്റ്റ് ചെയ്യുന്നതും അതൊരു ബെനിഫിറ്റ് ഉള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ സാറിനെ സംബന്ധിച്ച് 2500 രൂപക്കുള്ളിൽ വരുന്ന ബില്ല് ഈ പറയുന്ന എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഓഫ് ഗ്രിഡ് ചെയ്തിട്ട്. നിങ്ങളുടെ സംശയങ്ങൾ ചാറ്റ് കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം, മറുപടി തരുന്നതാണ്. നമ്മുടെ വാട്സാപ്പിൽ വന്ന അടുത്ത സംശയത്തിലേക്ക് നീങ്ങാം. വേറെ ഒരുപാട് ആൾക്കാർ ഒരേ ടൈപ്പ് ഡൗട്ടുകൾ അയച്ചിരിക്കുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ എല്ലാത്തിനും മറുപടി പറയാൻ വെച്ചാൽ നമുക്ക് 3/4 മണിക്കൂറാണ് ഇന്നത്തെ ലൈവ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ സമയം തികത്തില്ല. ഞാനത് സ്ട്രൈക്കിംഗ് ആയ ഒരു ഡൗട്ടിന് ആൻസർ പറയാം. ഓഫ് ഗ്രിഡിന് സബ്സിഡി ലഭിക്കുമോ? ഓൺ ഗ്രിഡ് ചെയ്യാൻ താല്പര്യവുമില്ല, KCB പറ്റിക്കും. ഇത് സുമേഷ് എന്ന് പറഞ്ഞ ഒരാളെ അയച്ചിരിക്കുന്നത്. പുള്ളിയുടെ വാട്സാപ്പിൽ കാണിക്കുന്ന നെയിമാണ് സുമേഷ്. സുമേഷ് ഏട്ടാ, KCB പറ്റിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്ത കസ്റ്റമേഴ്സിന് അങ്ങനെ പറ്റിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ് ആണ് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓൺ ഗ്രിഡ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്, ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമർക്കും ചെയ്തവർക്കും ഏറ്റവും നല്ല സേവിങ്സ് ആണ് ഇന്ന് കറണ്ട് ബില്ലിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒറ്റയടിക്ക് ആ നിയമം മാറ്റി നിങ്ങൾക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന രീതിയിലോട്ടൊന്നും മാറ്റാനൊന്നും എന്തായാലും പറ്റില്ല.
പിന്നെ ഓൺ ഗ്രിഡ് ആണോ ഓഫ് ഗ്രിഡ് ആണോ നല്ലതെന്ന് വെച്ചാൽ അതുപോലെ സബ്സിഡി ഓഫ് ഗ്രിഡ് ലഭിക്കും. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി MNRE സബ്സിഡിയിൽ ഓഫ് ഗ്രിഡിന് സബ്സിഡി ലഭ്യമല്ല. ഹൈബ്രിഡ് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് സബ്സിഡി ലഭ്യമാണ്. അത് ഓൺ ഗ്രിഡ് തന്നെയാണ്, അതിന് ബാറ്ററി ആഡ് ചെയ്ത് ബാക്കപ്പ് കൂടി ഉള്ള സിസ്റ്റമാണ്. നോർമൽ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിന് ഏതായാലും സബ്സിഡി ഇല്ല. ഓൺ ഗ്രിഡിന് മാത്രമേ സബ്സിഡി ഉള്ളൂ. KSE പറ്റിക്കുകയും ചെയ്യില്ല. ഇപ്പോൾ 3 കിലോവാട്ട് സോളാർ സിസ്റ്റത്തിനൊക്കെ വളരെ ചെറിയ ചാർജ് വരുന്നുള്ളൂ. ധൈര്യമായി സാറ് ചെയ്തോളൂ, അത് വലിയ വിഷയമൊന്നുമില്ല. സന്ദീപ് വിജയൻ ഒരു കസ്റ്റമർ വ്യൂവർ അയച്ചിട്ടുണ്ട് സംശയം. 1500 ബില്ല് വരുന്നിടത്ത് എത്ര KV ഓഫ് ഗ്രിഡ് ചെയ്യണം? സാറേ, സന്ദീപ് സാറേ, ശരിക്കും 1500 രൂപ ബില്ല് വരുന്നിടത്ത് എത്ര KV ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഇതുപോലെ തന്നെ വലിയ ഒരു ഉത്തരവുള്ള ക്വസ്റ്റ്യൻ അല്ല. അതായത് നിങ്ങൾക്ക് ഈ 1500 രൂപ ബില്ല് വരുന്നത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണെന്നാണ് വിഷയം. അപ്പൊ അതൊന്ന് ഓക്കെ. AC ഒന്നുമില്ല, സാധാ ഉപയോഗം. ഓക്കെ, സന്ദീപ് വിജയന് സാറിന് ഇപ്പം AC ഒന്നുമില്ല, സാധാ ഉപയോഗത്തിലാണ് 1500 രൂപ ബില്ല് വരുന്നത്. അപ്പൊ സാറിന്റെ ഉപയോഗത്തിൽ ലൈറ്റ്, ഫാൻ, TV, മിക്സി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ പോലുള്ള ലോഡുകളാണെങ്കിൽ സാറിന് ഒരു 1.5 KVA ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം, ഏറ്റവും ചെറിയ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെയിലി ഒരു 1.5-2 യൂണിറ്റ് ഒക്കെ നമുക്ക് സേവ് ചെയ്യാം. ടോട്ടൽ കറണ്ട് ബില്ലിൽ 1-2 യൂണിറ്റ് ഒക്കെ ഡെയിലി സേവ് ചെയ്യാൻ പറ്റും. 2 മാസത്തെ ബില്ലിൽ ആവറേജ് ഒരു 100 യൂണിറ്റ് ഒക്കെ നമുക്ക് സേവ് ചെയ്തെടുക്കാം. ഒരു 1.5 KV ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ്, ഫാന്, TV, മിക്സി, ഫ്രിഡ്ജ്, അതുപോലെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കാം. ഇത് പല രീതിയിൽ ചെയ്യാം. നമുക്കൊരു ഇന്നത്തെ 580 വാട്ടിലൊക്കെ സോളാർ പാനൽ അവൈലബിൾ ആണ്. ശരിക്കും ഒരു സിംഗിൾ 580 വാട്ടിന്റെ ഒരു പാനലും ഒരു 200 AH ബാറ്ററിയും ഒരു 1.5 KV ഇൻവെർട്ടർ NPPT സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പകൽ സമയത്ത് ഒരു 10-200 വാട്ട്സിന് മുകളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. രാത്രി ഒരു നമ്മൾ കിടക്കുന്നവരെയെങ്കിലും ഒരു 5-10 മണി വരെയെങ്കിലും നമുക്ക് ആ ഒരു ബാക്കപ്പ്, പകൽ സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന ബാക്കപ്പ് ഉപയോഗിച്ചിട്ട് രാത്രി വർക്ക് ചെയ്യുക. അപ്പോൾ കറണ്ട് ബില്ലിൽ ചെറിയൊരു കുറവ് എന്തായാലും നമുക്ക് ലഭിക്കുന്നതാണ്. കാരണം സിംഗിൾ ബാറ്ററി ഈ 1500 VA ഇൻവെർട്ടർ ഒക്കെ, സോളാർ ഇൻവെർട്ടർ ഒക്കെ പകൽ ഉപയോഗമാണ് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഒരു ഇൻവെർട്ടറിന് പകരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. മെയിൻ പകൽ ഉപയോഗത്തിലുള്ള സേവിങ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടുക. പിന്നെ രാത്രി കറണ്ട് ഒക്കെ പോയാൽ ഒരു നോർമൽ ഇൻവെർട്ടർ പോലെ ബാക്കപ്പ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഇൻവെർട്ടർ വെക്കുന്ന അതിനൊന്നിച്ച് ബാറ്ററി സോളാർ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ തരുന്ന പറയുന്ന ഒരു യൂസേജ് അതിനകത്ത് കിട്ടുന്നുണ്ട്. സന്ദീപ് തന്നെ അയച്ചിട്ടുണ്ട്, എത്ര പാനൽ എത്ര ബാറ്ററി. ശരിക്കും പാനൽ എത്ര വേണം, ബാറ്ററി എത്ര വേണം എന്നുള്ളത് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പൊതുവെ ഡിസൈൻ ചെയ്യാറ്. 1.5ന്റെ ഒരു സ്പെക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 200 AHന്റെ ബാറ്ററിയെങ്കിലും മിനിമം വെക്കാറുണ്ട്. കാരണം അത്യാവശ്യം രാവിലെ നമുക്ക് ഡേ ടൈമിൽ ഉപയോഗിക്കാൻ കിട്ടുന്ന വൈകുന്നേരം വരെ. വൈകുന്നേരം നമ്മൾ കിടന്നുറങ്ങുന്നവരെങ്കിലും ഉപയോഗിക്കാൻ നമുക്ക് പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയും കൂടി ആവശ്യത്തിന് വേണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരു 200 AHന്റെ ബാറ്ററി വെച്ചാൽ അത്യാവശ്യം നമുക്കൊരു 8 മണിയാകുമ്പോൾ ഉപയോഗിക്കേണ്ട പവർ നമുക്ക് ഇൻവെർട്ടറിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ ഒരു കോൺഫിഗറേഷൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് 1.5 നമ്മൾ കൊടുക്കാറ്. പിന്നെ അതിന് ഇതേ കസ്റ്റമർക്ക് തന്നെ പകൽ ഉപയോഗം കുറച്ചും കൂടി കൂടുതൽ വേണം, രാത്രി ഉപയോഗം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഒരു ബാറ്ററിയും അഡീഷണൽ ഒരു പാനലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സർക്കുലേഷൻ രാത്രി കിടക്കുന്നവരെയുള്ള ബാക്കപ്പ് എന്നല്ലാതെ ഒരു 24/7 റൺ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അത് ആദ്യമേ അഡ്വാൻസ് ആയിട്ട് അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ അറിയിക്കട്ടോ, ചാറ്റിന് ശേഷം ഡീറ്റെയിൽ തരാം. ഓക്കെ, നിലവിൽ എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കുക, ചാറ്റ് ബോക്സിൽ അറിയിക്കുക. വാട്സാപ്പിൽ ഒരുപാട് മറുപടി വരുന്നുണ്ടോ, ഒരുപാട് ആൾക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, ഒരു കസ്റ്റമർ അയച്ചിരിക്കുന്നത് ഞാൻ പൊതുവെ ആൻസർ പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. ഒരു 150 AHന്റെ സോളാർ ബാറ്ററി സജസ്റ്റ് ചെയ്യാമോ? പേരൊന്നുമില്ല, സ്ഥലവും വെച്ചിട്ടില്ല. 150 AHന്റെ സോളാർ ബാറ്ററി സജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പൊതുവെ ഇന്നൊരു ബ്രാൻഡ് എടുത്തൊന്നും പുതിയ പറയാറില്ല. ഇപ്പോൾ സോളാർ ബാറ്ററി നമ്മൾ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ C10 ബാറ്ററികൾ തന്നെ ആവുന്ന എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ പോക്കറ്റ് പോലെ മാക്സിമം AH കൂടിയ ബാറ്ററികൾ എടുക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ സോളാറിൽ എപ്പോഴും അത്യാവശ്യം സ്റ്റോർ ചെയ്ത കറണ്ട് ഉപയോഗിക്കും ചെയ്യുന്ന സമയത്ത് കൂടിയാണ് നമുക്ക് സേവിങ്സ് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം 150 AH ബാറ്ററി പൊതുവേ നമ്മൾ സോളാറിന് ഉപയോഗിക്കുമ്പോൾ കുറവാണ്. 200 AHന്റെ ബാറ്ററി ഒക്കെ എടുക്കുക, അതാവുന്നതും C10 ബാറ്ററി എടുക്കുക. പിന്നെ നോക്കേണ്ടത് മാക്സിമം റീപ്ലേസ്മെന്റ് പീരീഡ് ഉള്ള ബാറ്ററി എടുക്കുക. കാരണം സോളാറിനെ സംബന്ധിച്ച് മാക്സിമം സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ബാക്കപ്പും ചാർജിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് എപ്പോഴും കുറവായിരിക്കും, പ്രത്യേകിച്ച് ട്യൂബുലർ ബാറ്ററിയിൽ. അപ്പോൾ നിങ്ങൾക്ക് C10 ബാറ്ററി എടുക്കുക, മാക്സിമം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ള ബാറ്ററി എടുക്കുക, ആവുന്നതും കുറച്ച് കേട്ട് പരിചയമുള്ള കമ്പനികൾ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പം ബ്രാൻഡ് പറഞ്ഞപ്പോൾ എക്സൈഡിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സോളാർ ബാറ്ററികളുണ്ട്. 5 വർഷമൊക്കെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും അവൈലബിൾ ആണ്. അത്തരം ബാറ്ററികളൊക്കെ നല്ലതാണ്, സജസ്റ്റ് ചെയ്യാൻ പറ്റിയ മോഡലുകളൊക്കെ ഉണ്ട് അതിലൊക്കെ. അപ്പോൾ ആവുന്ന 150 AH എടുക്കുന്ന സമയത്ത് 200 എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും കേട്ടോ, മോശമില്ലാതെ ബാറ്ററികൾ നോക്കി എടുക്കുക. എക്സൈഡിൽ ആണെങ്കിൽ എക്സൈഡ് സോളാർ ട്യൂബുലർ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട്. അത് 3 വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് 5 വർഷം വാറണ്ടി ഉള്ളതുണ്ട്. അല്ല 5 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ളത് തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ളത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. 5 വർഷം ഫുള്ളായ റീപ്ലേസ്മെന്റ് ഉള്ള മോഡൽ എക്സൈഡിലുണ്ട്. 6LMS സീരീസ്, അതായത് സോളാർ ട്യൂബുലർ സീരീസിലൊക്കെ അവൈലബിൾ ആണ്. ലൂമിനസ് എന്ന് പറയുന്ന ബ്രാൻഡിലൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതൽ നമ്മൾ എക്സൈഡ് ആണ് കൂടുതൽ ഉപയോഗിക്കാറ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കസ്റ്റമറുടെ.
ഹായ് അനീഷ്, സോളാർ വെച്ചിട്ട് 2 വർഷമായി. ലൂമിനസ് ബ്രാൻഡ് ഞാൻ പറയുന്നത് NST. പുള്ളി സോളാർ വെച്ചിട്ട് 2 വർഷമായി, പക്ഷെ ഓഫ് ഗ്രിഡ് ആണ്. ഇതുവരെ കറണ്ട് ബില്ലൊന്നും കുറയുന്നില്ല. എന്തായിരിക്കും കാരണം? നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഓഫ് ഗ്രിഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ബാറ്ററി ഉള്ള സോളാർ സിസ്റ്റം വെച്ചത് കൊണ്ട് കറണ്ട് ബില്ല് കുറയണമെന്നുണ്ടെങ്കിൽ യാതൊരു അർത്ഥമില്ല കേട്ടോ. ശരിക്കും നമ്മൾ വെക്കുന്ന സോളാർ പാനലും അതിന്റെ എക്യുപ്മെന്റ്സും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ഉതകുന്നതാണെങ്കിൽ മാത്രമേ കറണ്ട് ബില്ല് കുറയുള്ളൂ. ഒരു എക്യുപ്മെന്റ്സ് കൊണ്ടുവച്ചുകൊണ്ട് കറണ്ട് ബില്ല് കുറയില്ല. അതായത് നമ്മളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണം. ഈ ഇത്തരം ബ്രാൻഡ് സോളാർ ഇൻവെർട്ടേഴ്സിൽ പലതിലും സേവിങ്സ് കുറക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഗ്രിഡ് ചാർജർ ഓഫ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല. പകൽ സമയത്തൊക്കെ നല്ല സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യും. പകൽ സമയത്ത് സോളാർ ലൈറ്റ് വരുമ്പോൾ ബാക്കപ്പ് മോഡ് വർക്ക് ചെയ്ത് സോളാർ നില കറണ്ടും സോളാർ ബാറ്ററി പവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഡ് ഉപയോഗിക്കാൻ തരും. പകൽ സമയത്ത് നന്നായിട്ട് തരും. പക്ഷെ രാത്രി ആകുമ്പോൾ എന്ത് പറ്റുന്നറിയോ? ഇതേ ഇൻവെർട്ടർ തന്നെ കിടന്ന് KCB പവർ ഉപയോഗിച്ചിട്ട് ബാറ്ററിനെ രാത്രി ഈ ഡിസ്ചാർജ് ആയിരിക്കുന്ന ബാറ്ററിനെ രാത്രി അങ്ങ് ചാർജ് ചെയ്യും. ഇപ്പൊ പകല് കിട്ടിയ സേവിങ്സ് നമുക്ക് രാത്രി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരം മിനിമൈസ് ടെക്നോളജി ഉള്ള സോളാർ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കുറയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ചും കൂടെ MPPT ഒക്കെ ഉള്ള സിസ്റ്റം ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, സോറി 2 വർഷം മുന്നേ ആണെങ്കിൽ MPPT അത്ര ഫെമിലിയർ ആയിട്ട് ബ്രാൻഡുകൾ ഇൻവെർട്ടറുകളിൽ വന്നിട്ടില്ല, ചെറിയ ഇൻവെർട്ടേഴ്സിലൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു PWM സിസ്റ്റം ആയിരിക്കും വന്ന് ചെയ്തിട്ടുണ്ടാവുക. PWM സിസ്റ്റത്തിൽ മിക്കവാറും ഗ്രിഡ് ചാർജർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു കറണ്ട് ബില്ല് കൂടിയിട്ടുണ്ടാവുക. പറ്റുമെങ്കിൽ ആ ഇൻവെർട്ടർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഗ്രിഡ് ചാർജർ ഓഫ് ചെയ്യാൻ കപ്പാസിറ്റി പവർ സെറ്റിംഗ്സ് ഉള്ള ഒരു ഇൻവെർട്ടർ എടുത്ത് അഡീഷണൽ MPPT എടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ. നല്ലൊരു സോളാർ ടെക്നീഷ്യനെ കൊണ്ട് ചെക്ക് ചെയ്യുക, ഏതെങ്കിലും സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എന്തായാലും ഇപ്പോൾ സോളാർ പാനലും ബാറ്ററിയും സാധനത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വെറുതെ ഈ സാധനം ഉപയോഗിക്കുക ഇങ്ങനെ കളയുന്നതിനെക്കാട്ടും നല്ല ഉപയോഗപ്പെടുത്താവുന്നതാണ്. സന്ദീപ് സാറിന്റെ ഒരു സംശയമുണ്ട്. 3 kV ഓഫ് ഗ്രിഡ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ഉപയോഗിക്കാം, എത്ര പാനൽ ബാറ്ററി വേണം? അതായത് 3 kV സോളാർ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഫുള്ളായിട്ട് ഉപയോഗിക്കണമെങ്കിൽ എത്ര പാനൽ എത്ര ബാറ്ററി വേണം? ശരിക്കും 3 kV ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്താൽ എത്ര ഉപയോഗിക്കാൻ കിട്ടും എന്നല്ല നമ്മൾ നോക്കേണ്ടത്. സാറിന്റെ റിക്വയർമെന്റ് എത്രയാണ്, എത്ര മണി വരെ സാറിന് കിട്ടണം എന്നില്ല, അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതായത് 3 കിലോവാട്ട് ചെയ്താൽ എത്ര വരെ കിട്ടും എന്ന് വെച്ചിട്ട് അത് പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. എത്ര മണിക്കൂറാണ് നമുക്ക് ബാക്കപ്പ് വേണ്ടത്, എത്ര യൂണിറ്റ് ആണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ഈ റിസ്ക് ഇല്ല, ഇങ്ങനെ കണ്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അതിനെ ഈക്വലന്റ് ആയിട്ട് ചെയ്തെടുത്താൽ ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ശരിക്കും സാറിന് ഇപ്പോൾ 3 kV ഓഫ് ഗ്രിഡ് ചെയ്താൽ രാത്രി മുഴുവൻ അയച്ചാൽ എന്തൊക്കെയാണ് രാത്രി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാക്ട് ആൻസർ തരാം. രാത്രി ഇപ്പം കുറച്ച് ഫാനും ലൈറ്റും ഒക്കെ രാത്രി ഉള്ളൂ എങ്കിൽ, ഫാനും ലൈറ്റ് ഫ്രിഡ്ജൊക്കെ ഉള്ളൂ എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ബാറ്ററി 200 ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രാവിലെ ഒരു വർക്ക് ചെയ്യാനുള്ള ബാക്കപ്പ് മിക്ക ദിവസങ്ങളിലും കിട്ടും. ലൈറ്റ് കുറവുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. അതിൽ പവർ കൂടി എന്തെങ്കിലും ലോഡുകൾ ഉണ്ടെങ്കിൽ അത് അതിന്റെ ലോഡ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എക്സാക്ട്ലി മറുപടി തരാം. സന്ദീപ് സാറിന് അയക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അയച്ചാൽ നല്ലത്. അതായത് മിക്ക കസ്റ്റമർക്കും ഒരു ഡൗട്ടാണ്, നമ്മൾ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം എപ്പോഴും നമ്മളുടെ ആവശ്യത്തിന് ഈക്വലന്റ് ആയിട്ട് നമ്മൾ എടുക്കണം. എപ്പോഴും സോളാറിനെ ഞാൻ പൊതുവേ കസ്റ്റമർക്ക് പറയുന്നുണ്ട്, സോളാറിനെ നമ്മൾ 30% മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. നിങ്ങളിപ്പം 1 മണിക്കൂർ കിട്ടും നിങ്ങളുടെ ഒരു ടെക്നീഷ്യൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ 1/3 കിട്ടുന്നില്ല എന്നാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ സാറിന് എക്സാക്ട്ലി കിട്ടുന്നതിനേക്കാളും അതിന്റെ ഒരു 3 ടൈമെങ്കിലും അതിന്റെ കപ്പാസിറ്റി കൂട്ടിയിട്ടാണ് പൊതുവെ ഓഫ് ഗ്രിഡ് ചെയ്യാറ്. എന്നാലും മാത്രമേ അതിന്റെ യഥാർത്ഥ റിസൾട്ട് പൊതുവെ കിട്ടാറുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കോൺഫിഗറേഷൻ വ്യക്തമായി ചെയ്യുക, അവിടെയാണ് ഓഫ് ഗ്രിഡിന്റെ വിജയം. അത് പ്രോപ്പറായി ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നന്നായിട്ട് 3 കിലോവാട്ട് ഓഫ് ഗ്രിഡ് ഉപയോഗിച്ച് 5000 രൂപയൊക്കെ ബില്ല് വന്ന കസ്റ്റമറൊക്കെ 1500 1000 എത്തിയ എത്രയോ കസ്റ്റമേഴ്സ് ഉണ്ട്. അത് നല്ല സേവിങ്സ് കിട്ടുന്ന ഒരു പാക്കേജാണ് 3 kV ഓഫ് ഗ്രിഡ്. കാരണം 2 ബാറ്ററി മതിയല്ലോ. ഓഫ് ഗ്രിഡിനകത്ത് എപ്പോഴും ബാറ്ററി നമ്പർ കൂടുന്തോറും നമ്മളെ ഭാവിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. കാരണം ഈ 5, 6 അല്ലെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ ബാറ്ററി റീപ്ലേസ് ചെയ്യണം, അതൊക്കെ വലിയൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ ഓഫ് ഗ്രിഡിൽ എപ്പോഴും ബാറ്ററി നമ്പർ മാക്സിമം കുറച്ച് ചെയ്യുക. അതുപോലെ പകൽ ഉപയോഗമാണ് ഓഫ് ഗ്രിഡിന്റെ മെയിൻ എയിം. ഇപ്പോൾ പകൽ ഉപയോഗമുള്ള കസ്റ്റമർ ആണെങ്കിൽ മാത്രം മാക്സിമം ഓഫ് ഗ്രിഡ് ചെയ്യുക, അല്ലാതെ അവർ ഓൺ ഗ്രിഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സന്ദീപ് സാറിന്റെ ഇത് പറഞ്ഞ ഫ്രിഡ്ജും ഫാനും മാത്രമാണ്. ശരി സാറേ, സന്ദീപ് സാറിന് ഫ്രിഡ്ജും ഫാനും മാത്രമാണ് രാത്രി ഉപയോഗിക്കുന്നതെങ്കിൽ 2 ബാറ്ററി 200 ബാറ്ററി എടുത്താൽ അത്യാവശ്യം ഒരു 70% ടൈമിലും ഈ സർക്കുലേഷൻ തന്നെ സോളാർ തന്നെ വർക്ക് ചെയ്തോളൂ. സോളാർ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യാനുള്ള ബാക്കപ്പ് 3 കിലോവാട്ടിൽ കിട്ടുന്നതാണ് കേട്ടോ. അത് ഈസി ആയിട്ട് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങാനും 1-2 ഒരു വീക്കിൽ 1-2 ദിവസം കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ സമയത്ത് KCB ഇതിലോട്ട് സ്വിച്ച് ചെയ്യുന്നതിലും ബാറ്ററി ചാർജ് ചെയ്യാനൊന്നും KCB പവർ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അത് വലിയ വിഷയമല്ല. ഓക്കെ, നമുക്ക് വാട്സാപ്പിൽ വന്ന അടുത്തൊരു ഡൗട്ട് നോക്കാം. പുള്ളിയുടെ പേര് വാട്സാപ്പിൽ കാണിക്കുന്നത് അൻവർ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പുള്ളി അയച്ചതല്ല, വാട്സാപ്പിൽ നെയിം കാണിക്കുന്നത് അൻവർ എന്നാണ്. അൻവർ സാറിന്റെ ഡൗട്ട് ഇതാണ്. അൻവർ സാറിന് ഒരു ഷോപ്പ് ഉണ്ട്, 5000 രൂപയുടെ അടുത്ത് മാസം ബില്ല് വരുന്നുണ്ട്. മാസം തോന്നുന്നു ബില്ല് വരുന്നത് 5000 രൂപയുടെ അടുത്ത് ബില്ല് വരുന്നുണ്ട്.
ശരിക്കും 5000 രൂപ വരുന്ന ഒരു കസ്റ്റമർ പുള്ളിക്ക് വേണ്ടുന്ന ഓഫ് ഗ്രിഡ് ചെയ്യണോ ഓൺ ഗ്രിഡ് ചെയ്യണമെന്നാണ്. ജനറേറ്റർ പുള്ളിയുടെ കയ്യിലില്ല. അതായത് ഒരു 5000 രൂപ അടുത്ത് കറണ്ട് ബില്ല് വരുന്ന കസ്റ്റമർ ജനറേറ്റർ പുള്ളിയുടെ കയ്യിലില്ല. ഓഫ് ഗ്രിഡ് ചെയ്യണോ ഓൺ ഗ്രിഡ് ചെയ്യണം? എൻ്റെ ഫസ്റ്റ് ആൻസർ ഇതാണ്, സാർ ധൈര്യമായിട്ട് ഓഫ് ഗ്രിഡ് ചെയ്തോളൂ. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ഡേ ടൈം ലോഡുകൾ വർക്ക് ചെയ്യാൻ 5000 വാട്ട്സ് ലോഡൊക്കെ വർക്ക് ചെയ്യാൻ 5000 ബില്ല് വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 12,000 വാട്ട്സിന് താഴെ ലോഡ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അത്ര ലോഡുകളിലൊക്കെ ഓഫ് ഗ്രിഡിൽ ധൈര്യമായിട്ട് നമുക്ക് ഡേ ടൈം ഉപയോഗിക്കാം. രണ്ട് ബെനിഫിറ്റ് ആണ്. ഒന്ന്, കറണ്ട് ബില്ല് മാക്സിമം കുറക്കാം. പിന്നെ കറണ്ട് പോയാൽ ജനറേറ്റർ വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു ബാക്കപ്പ് സോഴ്സ് ആയിട്ട് ഇത് ഓഫ് ഗ്രിഡ് തന്നെ മതി. രണ്ട് കാര്യം സേവ് ചെയ്തു. ഒന്ന്, ജനറേറ്ററിന്റെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ കുറഞ്ഞു കിട്ടി. പ്ലസ് നമുക്ക് കറണ്ട് ബില്ല് മാക്സിമം കുറക്കാം. കാരണം ഡേ ടൈം ലോഡുകൾ നമുക്ക് സോളാർ ഓഫ് ഗ്രിഡിൽ സേവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ലോഡിനെക്കാളും ഒരു 3 ടൈംസ് കൂടുതലുള്ള പാനൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പകൽ സമയത്ത് ധൈര്യമായിട്ട് സോളാറിൽ ഉപയോഗിക്കാം. ബില്ല് നല്ല രീതിയിൽ കുറക്കാൻ പറ്റും. അത് വലിയ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ജനറേറ്ററൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരുമല്ലോ. അത് ഇതിൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് എടുക്കാം. തോന്നുന്നു പുള്ളിക്ക് ഒരു 5000 രൂപക്ക് ബില്ല് വരുന്ന 2000 വാട്ട്സ് താഴെയൊക്കെ ഉപയോഗം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഒരു 3 കിലോ വാട്ട് KVL 3 കിലോ വാട്ട് ഓഫ് ഗ്രിഡ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ പുള്ളിക്ക് സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാം. ഓൺ ഗ്രിഡിൽ പോകണം നിർബന്ധമില്ല. പുള്ളി അടുത്ത മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫാനും ലൈറ്റ് ലോഡും ആണ് ഫുള്ളായിട്ട് ലോഡ് വരുന്നത്. ഓക്കെ, ഫാനും ലൈറ്റാണ് പുള്ളിക്ക് ലോഡായിട്ട് വരുന്നത്. ഓക്കെ, ധൈര്യമായി ചെയ്തോളൂ. ഫാനും ലൈറ്റും ഉപയോഗിച്ചിട്ടാണ് 5000 രൂപ വരുന്നതെങ്കിൽ, പ്രത്യേകിച്ച് കടകളിൽ, കാരണം ഒരു യൂണിറ്റിനൊക്കെ നല്ല ചാർജ് പേ ചെയ്യുന്നുണ്ട്. 9 രൂപീസിന് മുകളിലൊക്കെ ചാർജ് വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിഷയമല്ല. ധൈര്യമായിട്ട് ഓഫ് ഗ്രിഡ് ചെയ്തോളൂ. നല്ല സേവിങ്സ് ആണ് ലഭിക്കുന്നതാണ്. എന്തെങ്കിലും ടെക്നിക്കൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാൻ മറുപടി തരാം. ജിത്തൂസ് വ്ലോഗ് ഒരു ഡൗട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. 540 വാട്ട് പാനൽ ഫിറ്റ് ചെയ്തു, അത് KSEB കൊടുക്കാൻ പറ്റുമോ? സാർ, 540 വാട്ട്സ് ഒരെണ്ണം ഫിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ സാർ ഉദ്ദേശിച്ച എനിക്കൊന്ന് ഓഫ് ഗ്രിഡ് ആയിരിക്കും. ഓഫ് ഗ്രിഡ് സിസ്റ്റം ഒരിക്കലും KSEBിലോട്ട് എക്സ്പോർട്ടിങ് രീതിയിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓഫ് ഗ്രിഡ് നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ആൻസർ കിട്ടിയല്ലോ. നിങ്ങൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്തോളൂ, ഞാൻ മറുപടി തരാം. ഒരു കണ്ണൂരിലെ കസ്റ്റമറാണ്, നമ്മുടെ നാട്ടിലെ കസ്റ്റമർ, ശ്രീകാന്ത് എന്ന പുള്ളിയുടെ പേര്. ആ കസ്റ്റമർക്ക് 10,000 12,000 രൂപയുടെ അടുത്ത് ബില്ല് വരുന്നുണ്ട്. 3 AC ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഓഫ് ഗ്രിഡ് സെലക്ട് ചെയ്യണോ ഓൺ ഗ്രിഡ് സെലക്ട് ചെയ്യണോ? അതായത് കണ്ണൂരിലെ കസ്റ്റമറാണ്. പുള്ളിക്ക് 10,000-നും 12,000 രൂപയുടെ അടുത്ത് 2 മാസം കൂടുമ്പോൾ ബില്ല് വരുന്നുണ്ട്. അപ്പോൾ ഓഫ് ഗ്രിഡ് എടുക്കണം ഓൺ ഗ്രിഡ് എടുക്കണം? സാർ, തീർച്ചയായിട്ടും ഓൺ ഗ്രിഡ് തന്നെ എടുത്തു, അത് നല്ലത്. കാരണം ഓഫ് ഗ്രിഡിനകത്ത് 3 AC ഒക്കെ ഉപയോഗിക്കണമെന്ന് സാർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് വരും. പിന്നെ അത്രയും കറണ്ട് പോകുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണൂരൊക്കെ അത്യാവശ്യം കറണ്ട് അധികം പോകാൻ ആവശ്യത്തിനൊന്നും ഒരുപാട് സമയത്തേക്കും കറണ്ട് പോകാത്ത സ്ഥലമാണ് എനിക്ക് തോന്നുന്നു. അവിടെയൊക്കെ കാരണം നാട് എനിക്ക് കണ്ണൂരിൽ നിന്ന് അറിയില്ല, എവിടെയാണെന്ന് അറിയില്ല. അവിടെ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ നമുക്ക് ഇതുപോലെ 3 AC ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ല ബാറ്ററി ബാക്കപ്പ് വേണം. മിനിമം ഒരു 10-12 ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ 3 AC ഒക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു ബാറ്ററി ബാങ്കും അത്രയും വലിയൊരു സിസ്റ്റം ഒക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരും. പക്ഷേ സാറിന് ഇപ്പോൾ 10,000-12,000 രൂപയുടെ ബില്ല് നമുക്ക് ഒരു 5 കിലോ വാട്ട് ഓൺ ഗ്രിഡ് ചെയ്താൽ തന്നെ സുഖമായിട്ട് മിനിമം ചാർജിലേക്ക് എത്തിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടല്ല. ഓൺ ഗ്രിഡ് ചെയ്യുന്നതിനാണ് നല്ലത് കേട്ടോ. വെറുതെ ഓഫ് ഗ്രിഡ് ചെയ്തിട്ട് കയ്യിലെ ക്യാഷ് കളയണ്ട. പിന്നെ ഹൈബ്രിഡ് സാധനമാണ് ചെയ്യുക. ഓൺ ഗ്രിഡ് ഹൈബ്രിഡ് ചെയ്യുന്നാൽ ബെനിഫിറ്റ് ആണ്. അത് സാധനം കൂടുതൽ അറിയാനുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതി, മറുപടി അതിൽ തരാം. 2 സംശയമുണ്ട്. ടെക് സഹായി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഇല്ലാണെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിയൊരു സംശയം, ലോക്കൽ മെയ്ഡ് ബാറ്ററികളെ കുറിച്ച് എന്താണ് അഭിപ്രായം അനീഷ് ബ്രോ? ഇവിടെ നിന്നെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കുന്ന ബാറ്ററികൾ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാറില്ല. അത്തരം ബാറ്ററികൾ ആവുന്നത് അവോയ്ഡ് ചെയ്യാം. കാരണം നമുക്കൊരു ലോക്കൽ മെയ്ഡ് ബാറ്ററികളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, മാനുഫാക്ചറിങ് അതിൽ ഉപയോഗിക്കുന്ന ലെഡിന്റെയും അതിന്റെ മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റി കൂടുതലായിരിക്കും. കാരണം അവർക്ക് വിശ്വാസ്യതയിലെ മുകളിലാണ് മിക്കപ്പോഴും ലോക്കൽ ബ്രാൻഡ് ബാറ്ററികൾ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നത്. വളരെ സീനിയേഴ്സ് ആയ ഒരുപാട് ലോക്കൽ മെയ്ഡ് പ്രൊഡ്യൂസർ ബാറ്ററി ഉണ്ടാക്കുന്ന ആൾക്കാർ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. തിരിച്ച് ആദ്യം മാർക്കറ്റിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോക്കൽ മെയ്ഡ് ബാറ്ററികളെ കുറിച്ച് മോശം പറയാനൊന്നുമില്ല. പക്ഷേ ലോക്കൽ മെയ്ഡ് ബാറ്ററികൾ ആവുന്നത് സ്വന്തം ബാറ്ററി മാനുഫാക്ചറിങ് പ്ലാന്റ് നിന്ന് ഉണ്ടാക്കി നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് മാത്രം എടുക്കുക. കാരണം അതിൽ നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ പ്രശ്നമില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അല്ലാണ്ട് ഇവിടുന്ന് കൊണ്ടുവന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്ന ബാറ്ററികളാവുന്നതും ചെയ്യാതിരിക്കുക. അത്തരം ബാറ്ററികൾ നമ്മൾ ലോക്കൽ ബാറ്ററികൾ എന്ന് പറയാം. അല്ലാതെ ഇവിടുന്ന് ഉത്പാദിപ്പിക്കുന്ന നല്ല നല്ല ലോക്കൽ ബാറ്ററികൾ, ലോക്കൽ മെയ്ഡ് ബാറ്ററികൾ തന്നെ പറയാം. അല്ലാതെ ബാറ്ററികൾ ലോക്കൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം. അത് പ്രൈസിന്റെ മുകളിൽ മാത്രം പിടിച്ചിരിക്കുന്ന ബാറ്ററികളായിരിക്കും. എക്സാക്ട്ലി നല്ല ക്വാളിറ്റി ഉള്ള ലോക്കൽ മെയ്ഡ് ബാറ്ററികൾക്ക് കമ്പനി ബാറ്ററികളെ പോലെ തന്നെ എമൗണ്ട് ഉണ്ടാവും, പ്രൈസ് ഉണ്ടാവും. വലിയ പ്രൈസ് ഒന്നും കുറവുണ്ടാവില്ല. ഓക്കെ, അയൂബ് ഖാൻ സാറിന്റെ ഡൗട്ടാണ്. 150 AH 2 ലെഡ് ആസിഡ് ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ എത്ര യൂണിറ്റ് കറണ്ട് വേണം? അതിൽ നിന്ന് എത്ര യൂണിറ്റ് ഡിസ്ചാർജ് കിട്ടും? ഫുള്ളി ഡിസ്ചാർജ് ബാറ്ററിയാണ് ഉദ്ദേശിച്ചത്. പ്രാക്ടിക്കലി പറഞ്ഞാൽ 150 AH ലെഡ് ആസിഡ് ബാറ്ററി 2 എണ്ണം ചാർജ് ചെയ്യാൻ 580 വാട്ടിന്റെ 2 പാനൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. പക്ഷേ ഫുൾ ഡിസ്ചാർജ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ഒരിക്കലും ബാറ്ററിനെ ഫുൾ ഡിസ്ചാർജിങ് കണ്ടീഷനിലല്ല ഒരു ഇൻസ്റ്റാളറും വെക്കാറുള്ളത്. എപ്പോഴും 150 AH ബാറ്ററിയുടെ
ഒരു 50%, അതായത് ഒരു 75 AH വരെ ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എപ്പോഴും ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ ദിവസവും ഈ 150 AH ചാർജ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും 150 AH ഡിസ്ചാർജ് ചെയ്തിട്ടാണ് നിങ്ങൾ ഓഫ് ഗ്രിഡ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ബാറ്ററി ലൈഫ് വളരെ കുറവായിരിക്കും. ബാറ്ററി നിങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ബാറ്ററി ലൈഫ് കുറവാകും. ബാറ്ററി ഇടക്കിടക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോഴും ട്യൂബുലർ ബാറ്ററിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, എപ്പോഴും ട്യൂബുലർ ബാറ്ററിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനെ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു 50% താഴെ മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് ഈക്വലൻ്റായ പാനൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ പാനൽ ആഡ് ചെയ്യുമ്പോൾ ഈ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള പാനൽ മാത്രം പോരല്ലോ. അപ്പോൾ ഡേ ടൈം ലോഡ് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള പാനൽ ആഡ് ചെയ്യുക, പ്ലസ് ഡേ ടൈം ലോഡിന് വേണ്ടുന്ന പാനൽ ആഡ് ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ ഡിസ്ചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, ബാറ്ററിക്ക് മോശമാണ്. അയ്യൂബ് ഖാൻ സാറിനോടുള്ള ആൻസർ ആണത്. നിതീഷ് എസ് ഒരു ഡൗട്ട് അയച്ചിട്ടുണ്ട്. 2 മന്തിൽ 4000 ബില്ല് വരുന്നുണ്ട്, എനിക്ക് എത്ര kV വേണം? AC ഉപയോഗിക്കുന്ന കസ്റ്റമർ 1.5 ടണ്ണിന്റെ AC 2 AC യൂസ് ചെയ്യുന്ന കസ്റ്റമറാണ്. 4000 രൂപ ബില്ല് വരുന്നുണ്ട്. സാർ ധൈര്യമായിട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം തന്നെ ചെയ്യാം. സാറിന്റെ 4000 രൂപയുടെ ഉള്ളിലുള്ള ബില്ലാണെങ്കിൽ, വേറെ ഭാവിയിലുള്ള ഉപയോഗങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ, ഈ 4000 എന്ന് പറയുന്നതിൽ നമ്മുടെ ഉപയോഗം നിൽക്കുമെങ്കിൽ, സോളാർ വ്യത്യാസം നിൽക്കുന്നെങ്കിൽ സാർ 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്താൽ മതി. അല്ല സാർ ഈ 3 കിലോവാട്ട് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്ത ശേഷം സാറിന്റെ ഉപയോഗം കൂട്ടാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഉപയോഗം കുറച്ചുകൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്താൽ പോരാ, 5 കിലോവാട്ട് എങ്കിലും ചെയ്യാം. ഓക്കെ. ഇപ്പോൾ 4000 രൂപയിലുള്ള നിലവിലുള്ള ബില്ലിന് നമുക്ക് 3 കിലോവാട്ട് ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യാം. AC ഉള്ളതുകൊണ്ടാണ് ഓൺ ഗ്രിഡ് ചെയ്തതെന്ന് പറഞ്ഞത്. ഓഫ് ഗ്രിഡ് ചെയ്യുന്ന അത്ര ബെനിഫിറ്റ് ആവില്ല, ഇൻവെസ്റ്റ്മെന്റ് പിന്നെയും കൂടും. ഓക്കെ. നൂറിഷ ചാക്കനോലയിൽ ഓക്കെ, ഒരു ഡൗട്ടാണ് കസ്റ്റമറുടെ. 570 വാട്ട് പാനൽ, 1.5 ഇൻവെർട്ടർ, 200 AH ബാറ്ററി, വിച്ച് കമ്പനി ബെറ്റർ? അതായത് 570 വാട്ട് പാനലും 1.5 kV ഇൻവെർട്ടർ, 200 AH ബാറ്ററി. പാനൽ മാക്സിമം മെയിൻ സ്ട്രീമിലുള്ള കമ്പനികളുടെ പാനൽ എടുക്കുക. ഞാൻ ധൈര്യമായിട്ട് പാനലിന്റെ കാര്യത്തിൽ ഞാൻ പറയാം. വാരി അല്ലെങ്കിൽ ലൂമിനസ് അല്ലെങ്കിൽ കിർലോസ്കർ അല്ലെങ്കിൽ വിക്രം, ഇത്തരം കമ്പനികളൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ സർവീസ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈമറി ബ്രാൻഡുകൾ തന്നെ എടുക്കുക. മാക്സിമം ടയർ 1 ടയർ 5 ബ്രാൻഡുകൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ബാറ്ററിയുടെ കാര്യത്തിൽ എക്സൈഡ് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. എക്സൈഡിന്റെ സോളാർ ബാറ്ററി അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയ സോളാർ ബാറ്ററികൾ ഏത് വേണം ഉപയോഗിക്കാം. ഞങ്ങൾ പൊതുവെ എക്സൈഡാണ് കൂടുതൽ ഉപയോഗിക്കാറ്. മാക്സിമം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ള ബാറ്ററി സെലക്ട് ചെയ്യാം. ഇൻവെർട്ടർ 1.5 kV ബ്രാൻഡഡ് സോളാർ ഇൻവെർട്ടറുകൾ പൊതുവെ കുറവാണ്. അപ്പോൾ മാക്സിമം ഞങ്ങളൊക്കെ കൂടുതൽ ആശാ പവറിന്റെയും ലക്നോ പോലത്തെ കമ്പനികളുടെ ഓഫ് ഗ്രിഡ് 1.5 kV ഇൻവെർട്ടറാണ് പൊതുവെ ഉപയോഗിക്കാറ്. പിന്നെ അഡീഷണൽ MPPT വേറെ ആശാ പവറിന്റെ MPPT ആഡ് ചെയ്യാൻ ചെയ്യാറ്. കാരണം ഒരു ബ്രാൻഡിൽ മാക്സിമം 1 kV വരെയുള്ള ഇൻവെർട്ടറുകളൊക്കെ ഉള്ളൂ. വിഗാർഡിലൊക്കെ ഉണ്ട്, വിഗാർഡ് ലൂമിനസിലൊക്കെ യൂട്ടിയിലൊക്കെ 1.5 1 kV ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ഉണ്ട്, PCs ഉണ്ട്. 1.5 എപ്പോഴും ലോക്കൽ മെയ്ഡ് സിസ്റ്റത്തിലാണ് കൂടുതൽ കാണുന്നത്. ടെക് സഹായിയുടെ ഒരു ചെറിയ ഡൗട്ടാണ്. ഹൈ ആംസ് ഓറിയോൺ ഫ്യൂസ് ഫ്ലൈ എല്ലാ 60 മാസം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്. ധൈര്യമായിട്ട് ടെക് സഹായി, അതായത് ഹൈ ആംസ് പറയുന്ന ബാറ്ററി എവിടുന്നാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഓറിയോൺ എനിക്കറിയും, കേരള മെയ്ഡാണ്. ഫ്യൂസ് കേരള മെയ്ഡാണ്. ഫ്ലൈ ഓൺ കേരള മെയ്ഡാണ്. ഹൈ ആംബ് എനിക്കറിയില്ല കേട്ടോ. ബാക്കി 3 ബാറ്ററികളും കേരള മെയ്ഡാണ്. നല്ല എസ്റ്റാബ്ലിഷ് ആയ ബ്രാൻഡുകളാണ്. അത്തരം ബ്രാൻഡുകൾ 5 ഇയർ റീപ്ലേസ്മെന്റ് തരുന്നുണ്ട്, ധൈര്യമായിട്ട് എടുക്കാം. മോശമില്ലാത്ത ബ്രാൻഡാണെന്ന് ഞാൻ കേട്ടത്. 60 മാസം റീപ്ലേസ്മെന്റ്, അത് 5 വർഷം റീപ്ലേസ്മെന്റ് ഉണ്ടല്ലോ, നല്ല വാറണ്ടി പീരീഡ് ആണ്. ധൈര്യമായിട്ട് എടുത്തോളൂ. അത്തരം ബ്രാൻഡുകളൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ബ്രാൻഡുകളാണ്, വർഷങ്ങളോളായിട്ട് ഇവിടെ ഉള്ള ബ്രാൻഡുകളാണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ എടുത്തോളൂ. പക്ഷെ ഞങ്ങൾ പൊതുവെ എക്സൈഡാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്, അത്ര പറഞ്ഞെന്ന് മാത്രം. നൂറിഷ ചെക്കിലൊക്കെ ഒരു ഡൗട്ട്. ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ വിത്ത് ഇൻബിൽഡ് MPPT ആണോ MPPT സെപ്പറേറ്റ് വെക്കുന്നതാണ് നല്ലത്? നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ MPPT അകത്തുള്ളതാണോ MPPT പുറത്തുള്ളതാണോ നല്ലത്? ഞങ്ങൾ പൊതുവെ MPPT പുറത്തുള്ള മോഡലാണ് കുറച്ച് ഹയർ KVകൾ ഉപയോഗിക്കാറ്. അതായത് ഒരു മിനിമം ഒരു 1 kV എന്നുള്ള റേഞ്ചിലൊക്കെ മാത്രമേ ഇൻബിൽഡ് MPPTകൾ പൊതുവെ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതിന് മുകളിൽ വരുന്നതൊക്കെ എക്സ്റ്റേണൽ MPPT ആണ് ഉപയോഗിക്കുന്നത്. ഒറ്റ കാരണമാണ്, അതിന് ഞാൻ കാണുന്ന ഒറ്റ കാരണം എന്ന് വെച്ചാൽ, ഭാവിയിൽ എന്തെങ്കിലും എക്സ്ട്രാ പാനൽ വെക്കാനോ എക്സ്ട്രാ ബാറ്ററി വെക്കാനോ ഒക്കെ നല്ലത്, ഭാവിയിൽ നിങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ എക്സ്റ്റേണൽ MPPT ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എല്ലാ മാറ്റങ്ങളും നമുക്ക് വേണ്ടി വരുന്നത് MPPT എന്നാണ്, മനസ്സിലായല്ലോ. ഇപ്പം MPPT എക്സ്റ്റേണൽ ആണെങ്കിലും ബെനിഫിറ്റ് എന്താ, ഭാവിയിൽ നമുക്ക് MPPT റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പവർ കൂടിയ MPPT ആയി മാറ്റാം, അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ ഭാവിയിൽ നല്ല ടെക്നോളജി എന്തെങ്കിലും വന്നു, ഇപ്പോൾ വൈഫൈ ഉള്ള MPPTകൾ ഒരുപാട് ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ വൈഫൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ എൻറ്റയർ സിസ്റ്റം മാറ്റേണ്ട ആവശ്യമില്ല. MPPT മാത്രം മാറ്റി നമുക്ക് ആ എൻറ്റയർ സിസ്റ്റത്തിന് വൈഫൈ നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഹയർ KVകൾ എപ്പോഴും എക്സ്റ്റേണൽ MPPT ഞാൻ സജസ്റ്റ് ചെയ്യും. പിന്നെ സർജ് പ്രൊട്ടക്ഷനും എക്സ്റ്റേണൽ MPPTകളാണ് ബെനിഫിറ്റ് ആയിട്ട് വരിക. കാരണം നമുക്ക് MPPTയിലാണല്ലോ ഡയറക്റ്റ് സോളാർ പാനൽ കണക്ട് ചെയ്തിരിക്കുന്ന MPPTയിലാണ്. അപ്പോൾ അവിടെ നല്ലൊരു സർജ് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടറിന്റെ ഇന്റേണൽ സർക്യൂട്ടിലോട്ട് ബാധിക്കാണ്ട് സേഫ് ചെയ്ത് കിട്ടും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ എക്സ്റ്റേണൽ MPPT ആണ് ഹയർ KVകളിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ചെറിയ സിസ്റ്റത്തിൽ, വളരെ ചെറിയ ബഡ്ജറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിലാണെങ്കിൽ ഇൻബിൽഡ് MPPT ഉള്ള ഇൻവെർട്ടറുകൾ ഉപയോഗിക്കാം.
ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. നൂറിഷ പുള്ളിയിൽ തന്നെ ഒരു ഡൗട്ട് ഉണ്ട്, മൈക്രോടെക് നോർമൽ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടറായി ഉപയോഗിക്കാമോ? നോർമൽ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കുമ്പോൾ എല്ലാ ഇൻവെർട്ടറും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പ്രത്യേകിച്ച് മൈക്രോടെക് ലൂമിനസ് പോലത്തെ ഇൻവെർട്ടറുകൾ സോളാർ ഇൻവെർട്ടറായി കൺവേർട്ട് ചെയ്യാൻ ഒരു ബ്രാൻഡിനെ കുറ്റം പറയുന്നില്ല, അത്ര ലൈറ്റ് വെയിറ്റ് പ്രൊഡക്റ്റുകൾ സോളാർ ഇൻവെർട്ടറായി കൺവേർട്ട് ചെയ്യുന്ന അത്ര ബെസ്റ്റ് ആവില്ല. കാരണം അതിനകത്ത് ഗ്രിഡ് ചാർജർ ഓഫ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ പറ്റില്ല എന്നല്ല, എക്സ്റ്റേണൽ സർക്യൂട്ടൊക്കെ ചെയ്ത് നമുക്ക് ഗ്രിഡ് ചാർജർ ഓഫ് ചെയ്ത് ചെറിയ ആവശ്യങ്ങൾക്കുള്ള സോളാർ ഇൻവെർട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ നല്ലൊരു സേവിങ്സും നല്ലൊരു ഉപയോഗമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത്തരം ഇൻവെർട്ടറുകൾ ഓഫ് ഗ്രിഡിൽ ഇതായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. പകരം ഇൻവെർട്ടർ മാറ്റുക, ഇത് ചെയ്യുക, അതായിരിക്കും നല്ലത്. എക്സ്റ്റേണൽ സർക്യൂട്ടൊക്കെ ചെയ്ത് നമുക്ക് ഗ്രിഡ് ചാർജറൊക്കെ ഓഫ് ചെയ്ത് ചെറിയ ആവശ്യത്തിന് ഉപയോഗിക്കാം, അതിന് തെറ്റില്ല. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. ടെക് സഹായി, നന്ദി, താങ്ക് യു. ഓക്കെ, അതായത് അബ്ദുസലാമൻ സാറിന്റെ ഒരു ഡൗട്ട് ഇതാണ്, 3 ഫാന്, ഒരു ഫ്രിഡ്ജ്, 4 LED ബൾബ്, സോളാർ സിസ്റ്റം എക്സ്പെൻസ്. അതായത് ഇത്രയും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഫാൻ ഫ്രിഡ്ജ് 20 മണിക്കൂർ വർക്ക് ചെയ്യും. അത് സാറിന് എനിക്ക് തോന്നുന്നു സിംഗിൾ ബാറ്ററി സിസ്റ്റം മതി. ഒരു 1500 VAR ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്താൽ സാറിന് ഈ പറയുന്ന 3 ഫാനും ഒരു ഫ്രിഡ്ജും 4 LED ബൾബും സുഖമായിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം പകൽ സമയത്ത് പൂർണ്ണമായ സോളാറിലും വൈകുന്നേരങ്ങളിൽ ഒരു പാർഷ്യലി നമ്മൾ ഉപയോഗം പോലെ പാർഷ്യലി ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കാം. കറണ്ട് പോയാൽ നോർമൽ ഇൻവെർട്ടർ പോലെ വർക്ക് ചെയ്ത് നമുക്ക് ചെയ്യാം. 1.5 kVA സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അറൗണ്ട് ഒരു 65-75 കോസ്റ്റ് വന്നോളും. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്തെടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി മെസ്സേജ് അയക്കാം. ഒരു കസ്റ്റമർ അയച്ചാണ്, കഴിഞ്ഞ ലൈവിൽ അയച്ച പോലത്തെ ഒരു സംശയമാണ്. അതായത് ഇൻവെർട്ടർ എടുക്കാൻ ആലോചിക്കുന്നത്, ഭാവിയിൽ സോളാർ ആക്കാൻ പറ്റിയ ഇൻവെർട്ടർ ഏതാണ്? ഭാവിയിൽ സോളാർ ആക്കാൻ പറ്റിയ ഇൻവെർട്ടർ ആണെങ്കിൽ ഞാൻ അന്നും പറഞ്ഞ ആൻസർ തന്നെയാണ്. ഭാവിയിൽ സോളാർ ആക്കാൻ വേണ്ടി പറ്റിയ ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഒന്ന് C10 ബാറ്ററി ആയിരിക്കണം. ആവുന്നതും സോളാർ റേറ്റഡ് ബാറ്ററി തന്നെ എടുക്കുക. ഇൻവെർട്ടറുകൾ ആവുന്നതും കോപ്പർ വൈൻഡിങ് ഉള്ള ഇൻവെർട്ടർ എടുക്കാൻ ശ്രമിക്കുക. പ്ലസ് MPPT ഇൻബിൽഡ് ആണെങ്കിൽ വറീഡ് ആവണ്ട. MPPT ഇല്ലാതെ പുറമേ ഉള്ള വെക്കുന്ന ഇൻവെർട്ടർ ആണെങ്കിൽ KCB ചാർജർ ഓഫ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ള ഇൻവെർട്ടർ എടുക്കുക. ഇനി ഇൻബിൽഡ് MPPT ഉള്ള നോർമൽ ഇൻവെർട്ടർ പോലെ ഉപയോഗിക്കാൻ പറ്റിയ സോളാർ ഇൻവെർട്ടർ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്ര ഇൻവെർട്ടറുകൾ ബഡ്ജറ്റ് വിഷയമല്ലെങ്കിൽ അത്ര ഇൻവെർട്ടറുകളും സോളാർ ബാറ്ററി എടുക്കുക. അതായത് ഭാവിയിൽ സോളാർ ആക്കാൻ തീരുമാനിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ, അത് നിങ്ങൾ ഓഫ് ഗ്രിഡ് ആക്കാൻ തീരുമാനിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറും സോളാർ ബാറ്ററി എടുക്കുക. ഭാവിയിൽ സോളാർ പാനൽ ആഡ് ചെയ്യുക. വലിയ ബഡ്ജറ്റ് ആവുന്നില്ല. അത്തരം ഇൻവെർട്ടറുകൾ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത് കേട്ടോ. നോർമൽ ഇൻവെർട്ടർ എടുത്തിട്ട് ഭാവിയിൽ സോളാർ ആക്കുന്നതിനേക്കാളും നല്ലത്. പുതുതായിട്ട് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ആശയം ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത്. സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അതിന് മറുപടി അയക്കുന്നതാണ്. സൺഡേ ലൈവ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിന്റെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമായി ചോദിക്കാം, നമ്മൾ മറുപടി തരുന്നതാണ്. ഓക്കെ, അടുത്ത സൺഡേ ലൈവിൽ ഇന്ന് പങ്കെടുത്ത ആൾക്കാർ അടുത്ത സൺഡേ ലൈവിൽ മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പങ്കാളിത്തമാണ് നമ്മളുടെ വിജയം. ഓക്കെ, അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതുകൂടി ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സൺഡേ ലൈവിൽ കാണുന്നവരെ ബൈ.